എന്തായിരുന്നാലും അള്ളാഹുവിന്റെ മലക്കുകളെ കൂട്ടുകാരായി ഇഹലോകത്ത് കൊണ്ടിറങ്ങാൻ കഴിയും. ഒഫില്ലാഹറ, എങ്കിൽ നമ്മൾ പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗത്തിലെത്തുന്നവരെ, നിങ്ങളെ സ്വർഗത്തിൽ എത്തിച്ചേരുന്നവരെ മലക്കുകൾ കൂടെ ഉണ്ടാവും. അതാണ് നഹ്നു ഔലിയാക്കും ഫിൽ ഹയാത്തി ദുനിയ വഫില്ലാഹറ. എൻ്റെ അള്ളാഹ് പറഞ്ഞതാണ്, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം ലഭ്യമാകുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ടോ അതിന് അവസാനം പറഞ്ഞാണ് എല്ലാം പൊറുക്കുന്നവരും കരുണാവാരിയുമായ അള്ളാഹുവിന്റെ സൽക്കാരമാണത്ര, നുസിലാണത്ര ഈ സ്വർഗം. ഒരു വിരുന്ന് കേൾക്കാൻ അല്ലാതെ എത്രയല്ലേ, അതൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് വരക്കണം. അത് അള്ളാഹുവിൻ നിന്റെ വിരുന്ന സൽക്കാരത്തിൽ നമ്മളിവിടെ ഒരുപാട് വിരുന്ന് കേൾക്കാറുണ്ടാവും. അള്ളാഹിന്റെ വിരുന്ന് കേൾക്കാരൻ പ്രാർത്ഥന, അത് സ്വർഗ. ഇവിടുത്തെ വിരുന്ന് കേൾക്കാരൻ ഉണ്ടാകേണ്ട, ഇവിടുത്തെ വിരുന്ന് കേൾക്കാറ്റിൽ നമ്മള് കോയിനെ പല കോലത്തിലാക്കും അല്ലേ. ഇപ്പൊ ചിക്കൻ തന്നെ പല ജാതിയാണ്. ചിക്കൻ സമയല്ലാവുലിമൻ അമിതാറിന കോഴി, ചില കോഴി സുജൂല, ചില കോഴി റുക്കൂല, ചില കോഴി പൊട്ടിത്തെറിച്ച. ചിക്കൻ പൊട്ടിത്തെറിച്ചൊരു തിന്നണ്ടാതാണല്ലോ ചിക്കൻ പൊട്ടിത്തെറിച്ച്. പിയാപ്പിൾ തക്കാരം മുമ്പ് ഷാദുലി പള്ളിയിൽ എനിക്ക് ക്ലാസ്സിൽ, ഇപ്പൊ റമദാൻ ആദ്യത്തെ 10 ഇന്ന കോഴി, അതിന് കണക്കുണ്ട് അല്ലേ, തെക്കേപ്പുറത്ത്. രണ്ടാമത്തെ 10 ഇന്ന കോഴി, മൂന്നാമത്തെ 10 ഇന്ന കോഴി. ഇതെല്ലാം ഞാൻ റമദാന്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ക്ലാസ്സിൽ അത് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് ഞാൻ പുറത്തെത്തിയപ്പോൾ ഈ കോഴി കച്ചവടക്കാരൻ എൻ്റെ കാത്തിക്ക്. ഞാനും പിന്നെ ഒരു രണ്ടാമത്തെ ക്ലാസ്സിൽ 20ാമത്തെ നോമ്പ് 20 ഇപ്പൊ ഇയാളിനോട് പറയാം, ഒരു ഏകദേശം ഒരു 10-50,000 റുപ്യ നഷ്ടം ഉണ്ടാക്കി നിങ്ങൾ തരുന്നു. ഞാൻ എന്താ കാരണം, പിയാപ്പിളക്കാരൊക്കെ നിർത്തിയ ആൾക്കാർ ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10 പിയാപ്പിളാരോട് ഞാൻ പറഞ്ഞ് പോകരുത്. അതക്കാര് അമ്മായിമാർ തക്കരിക്കും പോണ്ടായിരുന്നു. കാരണം നോമ്പ് നിർബന്ധാക്കി കോഴി നിന്ന് തീർക്കാനല്ല, ലാലിലക്കും തത്തക്കൊരി സ്വർഗം ഉണ്ടാക്കാൻ അല്ലേ. നമ്മളൊക്കെ ചെയ്യാറുണ്ട് വെറും തക്കാര. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ജാതി ഫാമിലിയാണ് എൻ്റെ ഭാര്യൻ്റെ വീട്ടിൽ, തക്കാരും ഇല്ല ഒന്നുമില്ല. നമ്മളൊരു പോണ് അങ്ങനെ വേണ്ടി നിങ്ങൾ പച്ച മനുഷ്യനാവണം, അപ്പോഴേ നിങ്ങൾ സ്വർഗം ഉണ്ടാവും. അല്ലാണ്ട് പിയാപ്പിളിനെ തക്കരിച്ച് അമ്മശാന്ത പിയാപ്പിളിനെ കാണുമ്പോൾ ഇടിച്ചു. അങ്ങനെ അയാളേക്കാൾ എത്രയോ പ്രായം കുറയാളാ ഇയാളുടെ മോളെ ഭർത്താവ്. പക്ഷെ മോളെ ഭർത്താവ് വരുമ്പോൾ അമ്മശാന്ത എണീച്ചെന്ന് പറഞ്ഞു. അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായി, എണീച്ചിക്കണം. അന്നെ എണീച്ചിക്കും. എന്താ കാരണം, നീ ഔലിയ ഷെയ്ത്താനാണ്. ഔലിയ അള്ളാന്റെ മലക്കുകളിൽ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇയാളാരെ കൂട്ടിക്കൊണ്ടത്. ഇവിടെ ഉണ്ടാവും തക്കാരല്ലേ, ഒന്നാമത്തെ 10, രണ്ടാമത്തെ. കാരണം ഇപ്പൊ ഭാഗത്തൊന്നും മാത്തോടത്തുള്ളവരോ അരക്കെന്നുള്ളവരെല്ലാം താമസിക്കില്ല. ഒക്കെ കുട്ടിച്ചറ കുട്ടികൾ പരിപ്പിൽ തക്കാളി ഭാഗത്തുനിന്ന് വന്നതാണ് എല്ലാം അല്ലേ. മുഖം തന്നെ കാണുമ്പോൾ മനസ്സിലായിട്ട് അവിടെ ഉള്ള എന്താ കാരണം, ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ഗ്രാമാന്തരീക്ഷത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. മാത്തോട്ടാർക്കുണ്ടല്ലേ. മറ്റേ ഇവിടെ വന്ന് കൂടിയപ്പോൾ എല്ലാം കൂടി നമ്മൾ എന്തായി മിക്സറായി. മിക്സറിൽ കടലി ഉണ്ടാവും, പരിപ്പിടണി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതേമാതിരി നല്ല മനുഷ്യന്മാരെ ഞാൻ ഉള്ളത് പറയാം. ഞാൻ ഇവിടെ ഈ നാടേറ്റ് എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽ ബന്ധമുണ്ട്. അന്ന് ഇവിടെ നമ്മൾ ഷാരിയർ ഹുസൈനും ഓർമ്മ ഉണ്ടാവും, മാത്തോട്ടം. ഓനൊക്കെ ഇത് ഉണ്ടാക്കണം. അന്ന് തറാവീനൊക്കെ ശേഷം പള്ളി ഫുള്ളായിരിക്കും. അന്നാണ് ഒന്നും ഉണ്ടാക്കാത്തല്ല, ഒന്നുമില്ല. പക്ഷെ എന്നാലും ഉള്ള സൗകര്യത്തിൽ നിറയും ആൾക്കാർ. തറാവീന് പോയി ഭയങ്കര അനുഗ്രഹീതമായ സ്ഥലമായിരുന്നു. നമ്മൾ വേർന്നു പോകും അല്ലേ, അത്ര സന്തോഷമായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ, ഞാനിപ്പോൾ ആ ആൾക്കാരെ കണ്ടപ്പോൾ മൊയ്തീനാക്കനെ മാത്രമാണ്. പിന്നെ ഉള്ള ആൾക്കാർ ഒന്ന് മൂപ്പരുണ്ട്. നിങ്ങളും കുറെ കാലം ഉണ്ടല്ലേ. ഇതാ ഒന്നതാ അല്ല, അതിൻ്റെ പഴയ ആളാണ് ആ ഗസൽ മൂത്തി. ഞാൻ അങ്ങോട്ട് വന്ന് കയറിയപ്പാടും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്, അസീസ്, എനിക്കിവിടെ ബാങ്കൊടുത്തിരുന്നു. ഓനോട് ചോദിക്കാൻ മൂലി വല്ലാണ്ട് പിഴിഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു മെല്ലിട്ടാൻ പറഞ്ഞ പോലെ പോയിട്ടില്ലല്ലോ. 2 സ്ട്രോക്കൊക്കെ വന്നിട്ട് ഇന്ന അള്ള അവിടെ നിർത്തിയതാ. ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കണം. അതിന് റസൂൽ എന്തായാലും റസൂൽ സഹാബത്ത് മസ്ജിദ് നബവിയിലെടുത്ത ക്ലാസ്സാണുള്ളത്. നേരത്തെ സ്വാഗതഭാഷകം പറഞ്ഞു. അത് എന്താ കാരണം, നമ്മൾ യഹുദുമി മക്കാൻ വൈദ്ഫയില മക്കാൻ, ഇതാണ് നമ്മുടെ പരിപാടി. ഒരു സ്ഥലത്ത് പഠിപ്പിക്കുക, മറ്റൊരു സ്ഥലത്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കണതാണ് അതൊക്കെ കുത്തിരിക്കുന്നതൊക്കെ ഇവിടെ കണ്ട് പറയണം. അപ്പോൾ
അതൊരു വലിയ അനുഗ്രഹമാണ്. അതെന്താ കാരണം? യൻകസിമുൽ മുസ്ലിമുന ഫിൽ മദീന, മദീനയിലെ മുസ്ലിങ്ങളെ നമുക്ക് വിഭജിക്കാവുന്നതാണ്. ഇമാം മുഅല്ലിം വ ഇമാം മുതഅല്ലിം. ഒന്നുകിൽ അധ്യാപകനായിരിക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥി, രണ്ടാമത് മറ്റേ ഉണ്ടാവില്ല. ഏത് ലോക്കല് നമ്മൾ സാധാരണക്കാരല്ല ഇല്ല ഒന്ന്, അക്കാലത്ത് ഇല്ല, എല്ലാം വിവരമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ സ്വർഗത്തിലുണ്ടാകും. അക്കാലത്ത് ഒരുപാട് ആളുകൾ സ്വർഗത്തിലുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇക്കാലത്ത് നിന്നൊക്കെ സ്വർഗത്തിലെത്താൻ വലിയ ഭാഗ്യം വേണം. അള്ളാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ. കാരണം ഒരുപാട് ത്യാഗം സഹിച്ചെങ്കിൽ മാത്രമേ ഇക്കാലത്ത് സ്വർഗത്തിലെത്തൂ അല്ലേ. പക്ഷെ എന്തായിരുന്നാലും നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും. എനിക്ക് ഉറപ്പാണ്. എന്താ കാരണം? അന്നില്ലാത്ത എത്രയോ കേടുവരാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉള്ള കാലത്താണ് നമ്മൾ ജീവിച്ചത്. എന്നിട്ട് നമ്മൾ കുറച്ചേ കേടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ കഴിയും അല്ലേ. നേരെ മറിച്ച് നമ്മൾ കേടുവന്നാലോ കൂടുതലും മെഴുകി ജീവിച്ചാലോ അപ്പോഴേ ഇടങ്ങാറാകും. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത്, സ്വർഗത്തിലേക്ക് പോകേണ്ട ആളെ അള്ളാഹ് ഇവിടുന്ന് വിളിക്കും. അതങ്ങനെ വിളിച്ചത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന. റഹ്മാനായ റബ്ബ് ഒരുപാട് പരീക്ഷിച്ചിട്ടും പിടിച്ചു നിന്ന പുണ്യാത്മാവേ, ദുഖുലി ഫീ ഇബാദി വദുഖുലി ജന്നത്തി. എൻ്റെ നല്ലവരായ അമ്പിയാക്കന്മാർ, സാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശോതാക്കന്മാർ അവരൊക്കെ പ്രവേശിച്ച സ്വർഗത്തിലേക്ക് പോകുന്നവളെ അള്ളാഹ് വിളിക്കുക. നേരത്തെ വിളിച്ച് മലക്കാം, ഇപ്പൊ നേരിട്ട് അള്ളാഹ് വിളിക്കുക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജി ഇലാ റബ്ബിക്. റബ്ബിലേക്ക് പോന്നോളി, ഒരു പേടിയും പേടിക്കണ്ട. അതെന്താ കാരണം? മർലിയ, അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെട്ടതാണ്. നിങ്ങളുടെ എല്ലാ അമലുകളും അള്ളാഹു തൃപ്തിപ്പെടും. റാലിയത്തൻ മർലിയൻ, തൃപ്തിപ്പെട്ടതാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ അങ്ങോട്ട് തൃപ്തിപ്പെടും അള്ളാഹു സ്വർഗം തരുമ്പോൾ. അപ്പൊ ആ നിലക്ക് നമുക്ക് ഒരുപാട് അനുഗ്രഹീതമായ സ്വർഗം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഹദീസിൽ പറഞ്ഞു, അഅദത്തുൽ ഇബാദി സാലിഹീങ്ങളായ ആളുകൾക്ക്, ഇവിടുന്ന് മരിച്ചിരിക്കുന്ന സാലിഹീങ്ങളായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത്? മാലായിനും ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരമായ സ്വർഗം. വലാ ഉദുനുൻ സമയത്ത്, ഒരു കാതും കേൾക്കാത്ത, ഒരു കാതും മരണം വരെ കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണും മരണം വരെ കണ്ടിട്ടില്ലാത്ത, വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെയും ഭാവനയിൽ പോലും, തലച്ചോറിൽ പോലും, ഒരു കമ്പ്യൂട്ടറിലും ഒരാൾക്കും എന്താണ് സ്വർഗം എന്ന് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത സ്വർഗം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. ആർക്ക്? അഅദത്തുൽ ഇബാദി സാലിഹീൻ, എൻ്റെ സാലിഹീങ്ങളായ ദാസന്മാർക്ക്. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ സ്വർഗം എങ്ങനെയാണ് അള്ളാഹു ഉണ്ടാക്കിയത്? അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, ലബിനത്തും മിൻ ദഹബ്, സ്വർഗത്തിന്റെ ഒരു ഇഷ്ടിക സ്വർണം, ലബിനത്തും മിൻ ഫിദ്ദ, ഒരു ഇഷ്ടിക വെള്ളി, ഒരു ഇഷ്ടിക സ്വർണം, ഒരു ഇഷ്ടിക വെള്ളിയാണ്. മലാത്തുഹ അൽ മിസ്ക്, അതിന്റെ രണ്ട് ഇഷ്ടികൾ തമ്മിൽ യോജിപ്പിക്കുന്നത് അൽ മിസ്ക്, മിസ്കുല്ലാത്ത മുന്തിയ തരം കസ്തൂരി. അതാണ് ഈ മണക്കുന്നത്. സ്വർഗം ഞാൻ പറഞ്ഞില്ല, 500 വർഷം യാത്ര ചെയ്താലും മണക്കുന്നു. കസ്തൂരിയാണ്. എന്തിന്റെ? ഇവിടൊക്കെ അതൊക്കെ സിമെന്റ് അല്ലേ, രണ്ട് കല്ലുകൾ തമ്മിൽ യോജിപ്പിക്കാൻ, സ്വർഗത്തിന്റെ ഇഷ്ടികകൾ യോജിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിക്കുന്നത് മലാത്തുഹ അൽ മിസ്കുല്ലാത്ത മുന്തിയ തരം കസ്തൂരിയാണ്. അതിന്റെ മണൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മണലില്ല, അത് അല്ലൂല് പവിഴമാണ്. ഒരു യാക്കൂത്ത് മാണിക്യവും അതോടൊപ്പം ലൂല് പവിഴവും. തുറുബത്തുഹ സോഫറാൻ, അതിന്റെ മണ്ണ്, സ്വർഗത്തിന്റെ നിർമ്മാണത്തിന് അള്ളാഹ് ഉപയോഗിക്കുന്ന മണ്ണ് സഫറാൻ, കുങ്കുമാണ്. റസൂൽ പറയാണ്, മൻ യദ്ഖുൽഹ, ആ സ്വർഗത്തിൽ ആരെയും പ്രവേശിച്ചാൽ യൻഹിമു, അനുഗ്രഹീതമായി, ഇനിയൊന്നും നടന്നില്ല. പിന്നെ വലാ യയസ്, ഒരു പ്രയാസവും സ്വർഗത്തിലില്ല. ഇവിടെ ഉള്ള ഒരു പ്രയാസവും സ്വർഗത്തിലില്ലല്ലോ. പിന്നെ യഖ്ലുദു വലാ യമൂത്ത്, ഒരിക്കലും ഇനി മരണമല്ല. സ്വർഗത്തിലെത്തിയാൽ ഇനി മരിക്കുമല്ലോ. ഇവിടുന്ന് ഇപ്പൊ നമ്മളൊക്കെ പ്രതീക്ഷിക്കണ്ട, നമ്മളെ കൂടെ ഉള്ളവരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ തന്നല്ലേ, നമ്മളെ നടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലരും എപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഒരു ചെറിയ പനി വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ചെറിയ നെഞ്ഞുവേദന വരുമ്പോഴേക്കും യാത്ര ആയോ എന്ന ചിന്ത അല്ലേ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അവിടെ അതില്ല. നിങ്ങൾ കാലാകാലവും ഇനി നിങ്ങൾക്ക് മരണമില്ല കേട്ടോ. പിന്നെ യഖ്ലുദു വലാ യമൂത്ത്, മരിക്കൂല. വലാ യബ്ല സിയാബവും, വസ്ത്രങ്ങളൊന്നും ഒരുമ്പിപ്പോവില്ല. പിന്നെ വലാ യഫ്ന ഷബാബും, യൗവനം ഒരിക്കലും ഇല്ലാതാവില്ല. എന്നും നിത്യ യൗവന സ്വർഗത്തിൽ ഉണ്ടാവും. ആകെ യൗവനത്തിനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. സ്വർഗത്തിൽ നിത്യ യൗവനാണ്.
ചിലരൊക്കെ നമ്മൾ ചോദിക്കലുണ്ട് പോലെ നമ്മൾ മജിസ്ട്രാറ്റിലൊക്കെ പ്രാർത്ഥിക്കലുണ്ടോ, നിന്റെ കുടുംബത്തെക്കാൾ ഉത്തമമായ കുടുംബം അല്ലേ, അഹ്ലൻ ഹൈറമിൻ അഹ്ലി അറിയുമ്പോൾ ചിലർ ചോദിക്കും ഞാൻ സ്വർഗത്തിലെത്തിയ ഇയാൾ എന്നാണ് എൻ്റെ കൂടെ, അയാൾ ചോദിക്കുന്നു ഇവളായിരിക്കും എൻ്റെ കൂടെ. നിങ്ങൾ രണ്ടും ബേജാറാണ്. ഭർത്താവും ഭാര്യയും സ്വർഗത്തിൽ ഒരുമിച്ച് വിടാൻ തോരുന്നോടി ഒരു വിരോധമില്ല. എന്താ കാരണം അറിയാം, ഇതേ ഭർത്താവ് പക്ഷെ അള്ളാഹു ഇന്ന അനുസരിനാവുന്ന ഇൻഷാ മറ്റൊരു നിർമ്മാണം നടത്തും. ഇതേ ഭർത്താവിന് ഇതേ ഭാര്യന് ഈ സ്വഭാവം ഉണ്ടാവില്ല. ഇവിടുത്തെ സ്വഭാവം അങ്ങനെ ആകാറില്ല. ഇവിടെ ഇല്ലുള്ള പാട്ടുള്ള ലോകമാണ്, അവിടെ അതില്ലല്ലോ. അവിടെ രോഗമില്ല, നരയില്ല, അല്ലേ, ക്ഷീണം വരുന്നില്ല, ഒരു നിലക്കുള്ള പ്രയാസമില്ല, കാറ്റിക്കൂല, മൂത്രിക്കൂല, ഉറങ്ങൂല. സ്വർഗത്തിലെ ഇവിടെ ഉള്ള ടൈം കക്കൂസ് പോലെ നേരമുള്ളൂ. പിന്നെ കുറെ ആൾക്കാർ കടന്നുറങ്ങുക. കിട്ടിയ ടൈമൊക്കെ ഇപ്പം വയസ്സൊന്നും നമ്മളായില്ലല്ലോ. ഉണ്ടോ? അങ്കത്തെ വയസ്സായി ഇത്ര 59 നേർപകുതി പറഞ്ഞാൽ മതി. വെറുതെ പറയല്ല. അലിയുള്ളതെന്ന് പറഞ്ഞു ചിദാശൽ ഫത്താ സിത്തീനാമൻ 60 വയസ്സ് വരെ ഒരാൾ ജീവിച്ചാൽ അലിയുള്ളതെന്ന് പറയാം. ഫുല്ലുണ്ടി എംഹക്കുല്ലയാലി പകുതി വയസ്സോ കിടന്നുറങ്ങും. 30 വയസ്സ് പറഞ്ഞാൽ മതി. കേട്ടോ? നിസ്ഫുൻ നിസ്ഫി എദ്ഹബുലൈസേതിരി 30 60ന്റെ പകുതിന്റെ പകുതി എത്രയാണ്? 15. അത് എദ്ഹബുലൈസേതിരി അത് പോകുന്നവനറിയില്ല. ടൈം ആവുമ്പോഴോ പോകാനായല്ലോ, കാലിൽ ഇങ്ങനെ എപ്പോഴും നീട്ടി അല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ട് കുത്തിക്കേണ്ട ഒരു വയസ്സായ ആൾക്കാർ സ്കെച്ചിട്ടൊക്കെ ഇടണം. ഒരു കാലിട്ടിരിക്കുക. ദുനിയാവിൽ നിന്ന് പോകാനായല്ലോ ദുഃഖം. ടൈമായില്ലേ? അപ്പൊ നമ്മളെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രത്യക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അല്ലേ? എത്തിയില്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെല്ലാവരെയും അതൊക്കെ കുറിച്ചോളാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗം പോകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗം ഏത് തരത്തിലുള്ളതാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആയത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മസലുൽ ജന്നത്തിലെത്തി മൊയ്തൽ മുത്തഖൂൻ. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ച മുത്തഖീങ്ങളായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കിയിരിക്കുന്ന സ്വർഗം, അതിന്റെ രൂപം അല്ല പറയാം. ഫീഹ അൻഹാറും മിൻ മാഇൻ ഗൈറി ആസിൻ. ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ ജലം ഒഴുകുന്ന ഒരു നദി. നമ്മളെപ്പോഴും പറയില്ല ജന്നാത്തിൻ്റെ എത്തിയല്ല, താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്നു. ശുദ്ധമായ ജലം ഒഴുകുന്ന ഒരു നദി. പിന്നെ അൻഹാറും മിൻ ലബൻ, പാലാറ്, പാലിന്റെ നദി, പാല് നദിയായി ഒഴുകുക സ്വർഗത്തിലെ. പിന്നെ ലം യതഗയ്യർ തഅമുഹ, ഒരു കാലത്തും രുചി വ്യത്യാസം വരാത്ത പാലാറുകൾ. പിന്നെയോ വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബിൻ, വളരെ സന്തോഷകരമായി കുടിക്കാൻ പറ്റാവുന്ന രുചികരമായ മദ്യം, മദ്യത്തിന്റെ ആറ് ഒരു നദിയുണ്ട്. ഇവിടുന്ന് മദ്യം കഴിക്കാത്തോടെ, ഇവിടുന്ന് തോന്നിയാസം ചെയ്തില്ല, മദ്യപിച്ചില്ല, അത്തരം ആളുകൾക്ക് അള്ളാഹിന്റെ സ്വർഗത്തിൽ അള്ളാഹു മദ്യത്തിന്റെ ആറുകൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധമായ തേൻ, കലർപ്പില്ലാത്ത തേനാറ്. തേനാറ്, പാലാറ്, മദ്യത്തിന്റെ ആറ്, ശുദ്ധജലത്തിന്റെ ആറ്, ഇതൊക്കെ ഒഴുകുകയാണ്. അതാണ് ജന്നാത്തിൻ്റെ ദീപിൻ്റെ എത്തിയല്ല. ഈ നദികളെല്ലാമുള്ള ഒരു സ്വർഗത്തിലേക്കാണ് അള്ളാഹു ദുനിയാവിൽ നിന്ന് വിശ്വാസികളെ കൊണ്ടുപോകുന്നത്. ആ സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ ഗുരുബോധന്മാർക്ക്, നമ്മുടെ ഈ രംഗത്ത് ഓടി നടന്ന ഉമറാക്കന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫضലുകൊണ്ട് നമുക്കെല്ലാം ഉറപ്പായി പെരുമാറാകട്ടെ. യാത്രയാകുമ്പോൾ ഈമാനോടുകൂടി യാത്ര പോകാൻ അള്ളാഹുവിൻ്റെ തഹിയ്യത്തിൻ്റെ വചനം എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് യാത്ര പോകാൻ മരണം കൊടുക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹുവിനെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിൽ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ.
റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്തകളിൽ യാത്ര പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം മനസ്സിലുള്ള സാലിഹായ മോഹങ്ങൾ അള്ളാഹു നമുക്കെല്ലാം സഫലീയം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. آمين. السلام عليكم.